ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീസി ക്രീമി ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ബ്രെഡാണ്. ബ്രെഡ് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ രണ്ട് സൈഡും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഗീ ഓർ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുങ്ങനെ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഗീയിലിടുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, വെളുത്തുള്ളിൻ്റെയും ഗീൻ്റെയും. ഇനി ഇത് നമുക്ക് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. അങ്ങനെ നന്നായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബ്സായി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കോൺസ്, അതുപോലെ ബ്രോക്കോളി, ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെക്കാം. അതിലേക്ക് ഞാനിവിടെ ഗീ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബട്ടർ ചേർക്കാവുന്നതാണ്. ഞാനൊരു സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദേൻ്റെ ആ ഒരു പച്ച സ്മെല്ല്, റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്നിത് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മൈദേൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ മതിയാവും കേട്ടോ. 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കട്ടകളെല്ലാം നമുക്ക് ഉടച്ചെടുക്കാം. പാലും മൈദയും തമ്മിൽ നല്ല ക്രീമി രൂപത്തിലാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചീസ് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ മതി. ഇതുപോലെ നമുക്ക് അടുത്ത ബ്രെഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 ബ്രെഡിലും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.